എൻ്റെ ആദ്യത്തെ പടം വ്യൂഹമായിരുന്നു. ഐ തിങ്ക് 1990. അപ്പോൾ ആക്ച്വലി അതിൻ്റെ ഞാൻ ഈ സിനിമയായിട്ട് അങ്ങനെ ഫീച്ചർ സിനിമയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഓൾദോ ഞാൻ കംപ്ലീറ്റ്ലി ഡോക്യുമെൻ്ററി ആഡ്സ് എടുത്തൊരു എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് പിന്നെ ഞാനൊരു കഥയും കൊണ്ട് ഒരു പ്രൊഡ്യൂസറെ കാണാൻ പോകുന്ന വ്യൂഹത്തിലായിരുന്നു. അപ്പോൾ അവർ അന്ന് മെഡ്രാസിലാണ്. അപ്പോൾ ഞാൻ വേറൊരു ആഡ് വർക്കിന് മെഡ്രാസിലായിരുന്നപ്പോൾ ഐ വാസ് ടോൾഡ് ഇങ്ങനെ പാരമൗണ്ടിൽ പാംഗ്രോവിൽ 3 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അവരെ പോയി കാണുക. അതായിരുന്നു സാഗ ഫിലിം. അപ്പച്ചൻ സാറ്, ആൻ്റണി സാറ്, ഷെനോയ് സാർ. അപ്പോൾ ഇത് ചെല്ലുന്നു. അപ്പോൾ നമ്മൾ കഥ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് 3 പേരിങ്ങനെ ഇപ്പോൾ എന്താണ് കഥ. അതിനിടെ മേനോൻ സാറുണ്ടായിരുന്നു, ഒരു KN മേനോൻ. ഹി വാസ് അവിടുത്തെ ഐ തിങ്ക് പ്രൊഡക്ഷൻ ചീഫ്. ഞങ്ങൾ പോയി ആ കഥ പറഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ ഫൈൻ, വി ആർ ഡൂയിങ് ദ ഫിലിം. അപ്പോൾ എന്താണ് സന്തോഷമുണ്ട്, സമയം ടെൻഷൻ. ഇതിപ്പോൾ ഒരു പടം ഉടനെ ചെയ്യാന്ന് പറഞ്ഞാൽ അതും ഐഡിയ വാസ് ആ സമയത്ത് ഒരു ആക്ഷൻ ഫിലിം, ഫ്രിൽസ് ഒന്നുമില്ല, അങ്ങനെ കോമഡി അങ്ങനെ ഇല്ല. വിൽ മേക്ക് എ പക്ക ആക്ഷൻ, വെരി സ്റ്റൈലൈസ്ഡ് ഫിലിം. അപ്പോൾ ഓക്കെ പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൺവെൻഷണൽ ആയിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ പൊതുവെ ദ അഡ്വൈസ് വാസ് ദാറ്റ് ഇപ്പോൾ ലാൽ സാറോ മമ്മൂട്ടി സാറിനൊന്നും ഫസ്റ്റിൽ അങ്ങനെ ഇറ്റ് നോട്ട് ഈസി ടു ഗെറ്റ്. എനിക്ക് അവരൊന്നും അറിയണമേ, ഫീച്ചർ ഫിലിമിൽ അങ്ങനൊരു ഇതും ചെയ്തിട്ടില്ലേ. അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് സം വൺ ന്യൂ. അങ്ങനെയാണ് ഞങ്ങൾ രഘുവരനെ പോയി കാണുന്നത്. അപ്പോൾ രഘുവരൻ സെറ്റ്. അപ്പോൾ അഞ്ജലിയിൽ രഘുവരൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ രഘുവരനെ പറ്റി ആലോചിച്ച് അയാൾ അച്ഛനായിട്ട് ആലോചിച്ചു. അപ്പോൾ രഘുവരൻ ഓക്കെ. സുമാരേട്ടൻ വാസ് ഡെഫിനറ്റ്ലി ദി അതർ ദിസ് തിങ്. അപ്പോൾ സ്റ്റാർ കാസ്റ്റ് ഒരുമാതിരി. അപ്പോൾ നമ്മുടെ പിന്നെ പ്രൊഡ്യൂസർ പറഞ്ഞു നല്ലൊരു ഹീറോയിനെ കൂടെ കിട്ടിയാൽ അതിനുള്ള റോളൊന്നുമില്ല, ഹീറോയിനുള്ള വലിയ റോളൊന്നുമില്ല. എന്നാൽ കൂടി വി സ്പോക്ക് ടു ഉർവശി. ഉർവശി ഒന്നുമില്ല കേട്ടോ ആക്ച്വലി, ആ ഒരു സ്റ്റേച്ചറുള്ളൊരു ആർട്ടിസ്റ്റിനൊന്നുള്ള റോളില്ല. ബട്ട് സംഭവം ഷീ സെഡ് ഓക്കെ ഐ ഡു ഇറ്റ്. സോ ഉർവശി കെയിം ഓൺ. പിന്നെ ഒരു ചെറിയൊരു സീക്വൻസിന് പാർവതി അങ്ങനെയാണ് അത് സ്റ്റാർട്ട്. അയ്യോ അത് നല്ല രസമാണ് പറഞ്ഞത്. ഫസ്റ്റ് ഷോട്ട് ഇദ്ദേഹം ഒരു നർക്കോട്ടിക്സ് ഓഫീസറാണ് രഘുവരൻ. അപ്പോൾ ഞാൻ ഈ ക്യാരക്ടർ പറയുമ്പോൾ ഞാൻ രഘുവരൻ പറഞ്ഞു, രഘു ഒരു എക്സെൻട്രിക് ക്യാരക്ടറാണ്, യു ആർ വെരി അൺപ്രഡിക്റ്റബിൾ. ഓക്കെ. ആൻഡ് ദ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുമ്പോൾ ഈ സാഗ ഫിലിംസ് എന്ന് പറഞ്ഞാൽ 3 കുതിരയായിരുന്നു ഇങ്ങനെ ജമ്പിങ്, അതാണ് അവരുടെ സിമ്പിൾ. അതേപോലെ 3 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ ദേ ഓൾ വെയിറ്റിംഗ്. എൻ്റെ ഫസ്റ്റ് ഷോട്ട് ആ പാട് ടെൻഷൻ. അപ്പോൾ ഒരു ഇങ്ങനത്തെ ഡോറാണ്, 2 ഡോർസ് ഇല്ലേ. അപ്പോൾ അതാണ് IG-യുടെ ഡോറ്. രഘുവരൻ ഹാസ് ടു കം ഇൻസൈഡ്. അതാണ് ഫസ്റ്റ് ഷോട്ട് ആൻഡ് മീറ്റ് ഹിം. അപ്പോൾ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നത് എല്ലാം റെഡി. അപ്പോൾ ഇവർ നോക്കി ഇയാളെങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത് പ്രൊഡ്യൂസേഴ്സ്. ആക്ഷൻ പറഞ്ഞപ്പോൾ രഘുവരൻ വന്നിട്ട് കാലുകൊണ്ട് ഒരൊറ്റ തൊഴി, ഡോറെല്ലാം 2 സൈഡിൽ തെറിച്ച് ഒരു പ്രശ്നം അകത്ത് വന്നു. അപ്പോൾ 1 മിനിറ്റ് എല്ലാവരും സൈലൻ്റാണ്. ഇതെന്തായി സംഭവം? IG-യുടെ പോലീസിൽ അടിച്ച് അപ്പോൾ സൈലൻ്റ്. അപ്പോൾ എനിക്ക് അപ്പോൾ ആ സമയത്തൊക്കെ എന്നോ രക്തമൊന്നും ഇല്ല, ഇങ്ങനെ തണുത്തു പോകും. അപ്പോൾ വാട്ട് എവർ കറേജ് ഐ ഹാഡ്, ഐ വെന്റ് അപ്പ് ടു രഘു ആൻഡ് സെഡ്, രഘു ദിസ് ഈസ് നോട്ട് ദ വേ. He said, no, but Sangeet, you said to be unpredictable. If I open the door with the hand, it becomes predictable. I need to. They said, no, Raghu, this is not what I meant. You please open the door and come. So that we can never forget. Or full unit, everyone wanting to see how a first time director is going to shoot. And the main actor comes and kicks the bloody door open. It was very funny. It was very funny. And today I can laugh at it. ടുഡേ ഇന്ന് എനിക്കത് ചിരിക്കാം. പക്ഷേ അന്ന് the heart almost stopped.